ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും താരൂസ് വേഡിലേക്ക് സ്വാഗതം. കിക്ക് എന്ന സംഘടന എന്താണ് സമൂഹത്തിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു കൂട്ടം സാമൂഹിക ദ്രോഹികൾ, തീവ്രവാദി ഗ്രൂപ്പുകൾ ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ് കിക്ക് എന്ന സംഘടന. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ: സമൂഹത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഇമേജുള്ള വ്യക്തികളെ തേടിപ്പിടിച്ച് അവരെ കണക്ക് കൂട്ടി ബോധപൂർവം കരിതേക്കുക എന്നാണ് ഈ സംഘടനയിലെ ചില വ്യക്തികളുടെ താല്പര്യം. അവരുടെ ചാനലിന്റെ റീച്ചിന് വേണ്ടി അവർ നടത്തുന്ന ഒരു നാടകമാണ് ഇത്. ഇവർ ബുദ്ധിപൂർവം ഇവരുടെ സബ്സ്ക്രൈബേഴ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. ഇവർ സത്യം പറഞ്ഞാൽ ഇവരുടെ സബ്സ്ക്രൈബേഴ്സിനെ ഇവർ ബോധപൂർവം പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം. നമ്മുടെ ശൈലജ ടീച്ചർ വടകരയിൽ മത്സരിക്കാൻ വേണ്ടി ആരംഭിക്കുന്ന വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ആ ഒരു സമയത്ത് ശൈലജ ടീച്ചർ മനസ്സുകൊണ്ടുപോലും അറിയാത്ത കാര്യങ്ങൾ ടീച്ചറിന് നേരെ ആരോപിക്കുന്നു. കഴക്കൂട്ടത്ത് രജിസ്റ്റർ ആയിട്ടുള്ള കേസ്, പോസ്കോ കേസിൽ ശൈലജ ടീച്ചറും ഇൻവോൾവ് ആയിട്ടുണ്ട്. അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ശൈലജ ടീച്ചർ വല്ലാത്ത വ്യഗ്രത കാണിക്കുന്നു എന്നൊക്കെ ഒരു പിക്ചറാണ് സമൂഹത്തിന് ഈ സായി നൽകിക്കൊണ്ടിരിക്കുന്നത്. സായി ചെയ്യുന്ന തെറ്റെന്താണെന്ന് സായി പോലും അറിയുന്നില്ല. അത് കഴിഞ്ഞിട്ട് മാജിക് പ്ലാനറ്റ് എന്ന സ്ഥാപനത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗൂഢമായ തന്ത്രങ്ങൾ 2 മാസത്തോളം സായി കൃഷ്ണ മെനയുകയുണ്ടായി. 2 മാസത്തോളം പല വ്യക്തികളെയും ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന് വീഡിയോസുകൾ ചെയ്ത് മാജിക് പ്ലാനറ്റിനെ നശിപ്പിക്കാൻ വേണ്ടി സായി ശ്രമിച്ചു. സായിയുടെ ഗൂഢാലോചന പലർക്കും മനസ്സിലായി. വ്യക്തിവൈരാഗ്യമുള്ള പേരൻസിനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് പല പല കഥകൾ പറഞ്ഞ് മുതുകാട് സാറിന് എതിരാക്കി വീഡിയോകൾ ഇറക്കി. അതാണ് സായി ചെയ്ത മറ്റൊരു കുറ്റകൃത്യം. മാജിക് പ്ലാനറ്റിൽ മതിയായ ട്രെയിനിങ്ങുകൾ കിട്ടിയ ടീച്ചേഴ്സ് അല്ല പഠിപ്പിക്കുന്നത് എന്ന തെറ്റിദ്ധാരണ ജനങ്ങളിലേക്ക് ഉണ്ടാക്കി. ഷോ നടത്തുമ്പോൾ കുട്ടികൾക്ക് മതിയായ രീതിയിൽ ഫുഡ് കൊടുക്കുന്നില്ല, കുട്ടികൾക്ക് മതിയായ റെസ്റ്റ് കൊടുക്കുന്നില്ല. അങ്ങനെ പലതരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് മുതുകാട് സാറിന് നേരെ സായി ഉന്നയിച്ചത്. മുതുകാട് സാറിൻ്റെ ഗുരുവിനുണ്ടായ ഈഗോ എന്താണ്, വൈരാഗ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, മുതുകാട് സാർ ട്രിക്സ് എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചാൽ മാജിക്കിൻ്റെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമാണ് അതിനകത്ത് വിവരിക്കുന്നത്. ആ പുസ്തകം വായിച്ചാൽ പലർക്കും മാജിക്കിൻ്റെ ട്രിക്സ് മനസ്സിലാകും. അതിനുശേഷം മാജിക്ക് പൊളിഞ്ഞു പോകാൻ തുടങ്ങി എന്നതാണ് മുതുകാട് സാറിൻ്റെ ഗുരുവിൻ്റെ ദേഷ്യം. തൻ്റെ ശിഷ്യൻ തന്നേക്കാളും മുകളിൽ വളർന്നതാണ് മുതുകാട് സാറിൻ്റെ ഗുരുവിൻ്റെ ഈഗോ. അതായത് മാജിക്കിനെ ഇല്ലാതാക്കാൻ മുതുകാട് സാർ ശ്രമിച്ചു എന്നാണ് മുതുകാട് സാറിൻ്റെ ഗുരു വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ മുതുകാട് സാറിനോട് വൈരാഗ്യമുള്ള പേരൻസിനെ തപ്പിപ്പിടിച്ച്, വൈരാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ ഗൾഫ് പ്രോഗ്രാമിന് പങ്കെടുപ്പിക്കാൻ ചില കുട്ടികളെ പങ്കെടുപ്പിക്കാൻ സാധിച്ചില്ല. അങ്ങനെയുള്ള രക്ഷകർത്താക്കൾക്ക് ചെറിയ രീതിയിൽ മുതുകാട് സാറിനോട് വൈരാഗ്യമുണ്ടായി. ഇവരെ തേടിപ്പിടിച്ച് കൊണ്ടുവന്ന് വീഡിയോ ചെയ്യിപ്പിച്ച് മുതുകാട് സാറിൻ്റെ സ്ഥാപനത്തിനെ, മാജിക് പ്ലാനറ്റിനെ മനഃപൂർവ്വം കരുതേക്കാൻ സായി ശ്രമിച്ചു. കഴിഞ്ഞിട്ട് മുതുകാട് സാറ് ഷിഹാബിനെയും സായിയെയും മനയത്തിനെയും കൊല്ലുമെന്ന് പറഞ്ഞതായി ജനങ്ങളുടെ മുന്നിൽ തെറ്റിദ്ധരിപ്പിച്ച് വീഡിയോ ചെയ്തു. 7 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള സായി ഇങ്ങനെ പലതരം തട്ടിപ്പും വെട്ടിപ്പും നടത്തിയാണ് തൻ്റെ ചാനൽ വളർത്തിയെടുത്തത് എന്ന് ജനങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സായി കൃഷ്ണ എന്ന സോഷ്യൽ ഈവിൾ ഇനി ഇവിടെ മുന്നോട്ട് പോകണമോ? ഈ സാമൂഹിക വിപത്തിനെ നമുക്ക് സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സായി കൃഷ്ണ സായിയുടെ ശത്രുക്കളെ ബാക്കിയുള്ള
ബാക്കിയുള്ള മീശക്കാരന്മാരെ വെച്ച് വീഡിയോസ് ചെയ്താണ് പലരോടുമുള്ള വൈരാഗ്യം തീർക്കുന്നത്. എന്നിട്ട് അവർക്ക് സ്ട്രൈക്ക് കിട്ടുമ്പോൾ നൈസായിട്ട് ഈ സായി ഊരുകയും ചെയ്യും. അതിനെപ്പറ്റിയുള്ള വ്യക്തമായ തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. ഈ സായിക്ക് സ്ട്രൈക്ക് കിട്ടിയപ്പോൾ ചേച്ചിയെടുത്ത് വന്ന് സംസാരിച്ചിട്ട് പറയുകയും ഉണ്ടായി. എന്താണ് പറഞ്ഞത്? എനിക്ക് സ്ട്രൈക്ക് മാറുകയാണെങ്കിൽ ഞാൻ അവരോടൊന്നും പറയാൻ പോകുന്നില്ല. പിന്നെ അവർക്ക് സ്ട്രൈക്ക് കിട്ടിയെങ്കിൽ അവരൊക്കെ വെച്ച് അനുഭവിച്ചോട്ടെ, അവന്മാരനുഭവിച്ചോട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കൂടെ നിൽക്കുന്ന കൂട്ടുകാരെ പോലും കുതുകാല് വെട്ടുന്ന ക്രൂക്കട്ട് മൈൻഡാണ് സായി കൃഷ്ണ എന്ന സാമൂഹിക വിപത്ത്.